ചെരാട്രയുടെ ഫാമിലിയിൽപ്പെട്ട ലാപ്വിംഗ് അഥവാ തിത്തിരിപ്പക്ഷി വിഭാഗത്തിൽപ്പെട്ട റെഡ് വാറ്റിൽഡ ലാപ്വിംഗ്, മലയാളത്തിൽ നമ്മൾ ചെങ്ങണ്ണി തിത്തിരി എന്ന് വിളിക്കുന്ന പക്ഷി നമുക്കിന്ന് പരിചയപ്പെടാം. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കിന്ന് ഇവരുടെ വിശേഷം പറയാം. കേരളത്തിൽ സ്ഥിരവാസിയായ പക്ഷിയാണിവർ. ഇവരുടെ ശാസ്ത്രീയ നാമം വലനസ് ഇൻഡിക്കസ് എന്നാണ്. ഇവർക്ക് മരച്ചിലേ ഇരിക്കാനുള്ള കഴിവില്ല. നിലത്തുനിന്ന് പറന്നുയർന്ന് മറ്റൊരു സ്ഥലത്ത് പോയി നിലത്ത് തന്നെ പറന്നിരിക്കാറാണ് പതിവ്. നല്ലപോലെ പറക്കാനും ഓടാനും കഴിവുള്ള പക്ഷിയാണ്. ഇവൻ ഓടുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. ആൺപക്ഷീനെയും പെൺപക്ഷീനെയും കാണാൻ മാറ്റമൊന്നുമില്ല. രണ്ടുപേരും ഒരുപോലെ ഇരിക്കും. വയലോരങ്ങൾ, ജലാശയത്തിന്റെ തീരങ്ങൾ, തുറസായ സ്ഥലങ്ങളിലും ഇവരെ കണ്ടുവരുന്നു. ഇവ മണ്ണിലുള്ള പ്രാണികളെയും പുഴുക്കളെയും കീടങ്ങളെയുമാണ് ഭക്ഷിക്കുന്നത്. മുതിർന്ന ഒരു തിത്തിരി പക്ഷിക്ക് 32 മുതൽ 35 സെന്റിമീറ്റർ ഉയരവും 180 മുതൽ 260 വരെ ഭാരവും ഉണ്ടായിരിക്കും. ഒറ്റയ്ക്കും ഇണയോടൊപ്പം 5-6 കൂട്ടങ്ങളായി ഇവരെ കാണാറുണ്ട്. മനുഷ്യരെ കാണുമ്പോഴും ശത്രുക്കളെ കാണുമ്പോഴും ഇവർ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കാറുണ്ട്. ഞങ്ങൾ പോയപ്പോൾ അവ ശബ്ദമിട്ട് നമുക്കൊന്ന് കണ്ടാലോ? ഇന്ത്യയിൽ രാജസ്ഥാനും കാശ്മീരും ഹിമാലയൻ പർവ്വതം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തന്നെ ഇവരെ കണ്ടുവരുന്നു. ഇന്ത്യക്ക് പുറത്ത് നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ തെക്കനേഷ്യൻ രാജ്യങ്ങളിലും മറ്റു ചില തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്ക് പടിഞ്ഞാറ് ഏഷ്യൻ രാജ്യങ്ങളിലും ഇവരെ കണ്ടുവരുന്നു. സാധാരണ പകൽ സമയത്താണ് ഇവർ ഇര തേടാറുള്ളത്. നിലാവുള്ള രാത്രിയിലും ഇവർ ഇര തേടാറുണ്ട്. ഇവരുടെ പ്രജനന കാലം മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ്. നിലത്ത് ചെറിയ കല്ലുകളൊക്കെ വെച്ച് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടാണ് അതിനകത്താണ് ഇവർ മുട്ടലിടാറുള്ളത്. 3-4 മുട്ടകൾ ഇവർ ഇടാറുണ്ട്. കുഞ്ഞുങ്ങൾ വിരിയാൻ 28 മുതൽ 32 ദിവസം വരെ എടുക്കാറുണ്ട്. മുട്ടകൾ വിരിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നടന്നു പോകാനും ഇര തേടാനും ഇവർക്ക് കഴിവുണ്ട്. ആൺപക്ഷിയും പെൺപക്ഷിയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ തുല്യമായി പങ്കുവഹിക്കുന്നു. ഞങ്ങൾ ഇവരുടെ വീഡിയോ ചിത്രീകരിച്ചത് കാസർഗോഡിലെ മഞ്ചക്കൽ ഫോറസ്റ്റിൽ നിന്നുമാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ ഞങ്ങളുടെ അടുത്ത പ്രദേശമായ വാഗമണിൽ നിന്നും ചിത്രീകരിച്ചതാണ്. അവർ ഞങ്ങളെ കാണുമ്പോൾ തന്നെ പറന്നു പോകാറാണ് പതിവ്. പക്ഷെ ഞങ്ങൾ കാസർഗോഡ് പോയപ്പോൾ ഇവരെ വളരെ അടുത്ത് ചിത്രീകരിക്കാൻ പറ്റി. ഇനിയും അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.